നമ്മുടെ സൊസൈറ്റിയിൽ ജീവിക്കുന്ന കുറേയധികം മനുഷ്യരുണ്ട്. സോഷ്യോപാത്തായിട്ട് ജീവിക്കുന്നവരാണ്, നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയും ഉണ്ട്. അപ്പം ഈ രണ്ട് വ്യക്തിത്വങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിൽ നേടിയെടുത്ത് വെച്ചിരിക്കുന്ന ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ വ്യക്തിത്വം എന്നാണ്. അവരുടെ ഉള്ളിൽ എന്താണെന്ന് അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ ഭയങ്കര ഡീസന്റ് ആണ്, മാനറിസ് ആണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്ന ഇവന്റെയൊക്കെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല കൊടും ക്രിമിനൽസ് ആയിരിക്കും ഇവറ്റകൾ എന്നുള്ളത് ചുരുക്കമാണ്. ഞാൻ ഈ വിഷയം പറയാൻ കാരണം ലിയാഖത്ത് അലി എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം എന്ന് പറയുന്ന മുർത്തതായ ബജിറങ്കി ഇരുന്നു കൊണ്ട് ചെല 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 ച നല്ല കാര്യമാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയത്തില്ല, കാരണം അവൻ വിശ്വാസിയല്ല. ഒരു വിശ്വാസി സ്ത്രീകളെ ബഹുമാനിക്കും, സ്ത്രീകൾക്കുള്ള റെസ്പെക്ട് അവർ കൊടുത്തിരിക്കും. അപ്പോൾ എനിക്ക് കേരളത്തിലായാലും ലോകത്തിലുള്ള എല്ലാ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഇസ്ലാം മത വിശ്വാസികളോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന ഒരു കാര്യം, ഈ പറയുന്ന വ്യക്തിത്വങ്ങൾ അട്ടർ ഫേക്ക് ആണെന്നും നോണ മാത്രമാണ് പ്രചരിപ്പിക്കുന്നതെന്നും എന്നുള്ള കാര്യമാണ്. അതിന് കൃത്യമായി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? ഇപ്പോൾ എന്നോട് അസീസ് ഉസ്താദ് വന്ന് എന്നെ കണ്ടതിൻ്റെ കാരണം, യൂട്യൂബ് ത്രൂ ഞാൻ എക്സ് മുസ്ലിമുകൾക്കെതിരെ സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ 5 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കിട്ടണം. ഞാനൊരു വിശ്വാസിയാണ്. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഠിച്ച ഖുർആനിൽ, ഞാൻ പഠിച്ച മത നിയമത്തിൽ ഒരു തെറ്റുപോലുമില്ല. ഒരു പാളീച്ചയും ഇല്ലാത്ത ഈ മതത്തിനെ അവഹേളിക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അയാളുമായി ഒരു ഡിബേറ്റ് വെക്കാൻ ഞാൻ തയ്യാറായി. വലിയ പാണ്ഡിത്യമൊന്നുമില്ല എങ്കിൽ പോലും എനിക്ക് മനസ്സിലായ കാര്യങ്ങളുമായി എനിക്ക് അയാളോട് ഡിബേറ്റ് വെക്കണമെന്ന് തോന്നി. പുള്ളി തെറ്റിദ്ധരിച്ചതാണ് അവർ ജെന്യുവിനാണെന്ന്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഒരു ജെന്യുവിനിറ്റിയും ഇല്ലാത്ത നല്ല ഫേക്കുകളായ ഇവരെയാണ് നമ്മൾ അപ്പുറത്ത് നിൽക്കുന്നവരായിട്ട് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പുറത്ത് നിൽക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം അവർ ജെന്യുവിനാണെന്നോ പണ്ഡിതരാണെന്നോ എന്ന് തെറ്റിദ്ധരിക്കുകയേ വേണ്ട. തെറി അഭിഷേകം നടത്തുന്നു എന്നാണ് എനിക്ക് മേലുള്ള കുറ്റച്ചാട്ട്. എന്നെ വിളിക്കുന്നോ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു എന്നുള്ളതിൻ്റെ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി തരാം. ഞാനാണ് ആദ്യം വിളിക്കുന്നത്, ഫോൺ എടുത്തില്ല, തിരിച്ചിങ്ങോട്ട് വിളിച്ചു, എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഷെഫീനയാണ്. ഷെഫീനയെ അറിയില്ല. ശരി, അറിയണ്ട. ഷെഫീനയെ അറിയത്തില്ലെങ്കിൽ വേണ്ട. ഷെഫീന ഏത് ഷെഫീന? എത്ര ഷെഫീനയെ അറിയാം? ഷെഫീനയെ അയാൾക്ക് അറിയില്ല. ഓക്കെ, ഷെഫീനയെ അയാൾക്ക് അറിയില്ല. ഇങ്ങനെയൊരു വിഷയം എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. എന്നെ ഒരു ഉസ്താദ് തിരക്കി വന്നിട്ടുണ്ട്. നിങ്ങളൊരു 5 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതായിട്ട് പറയുന്നുണ്ട്. എന്താണ്? വെച്ചിട്ട് പോടി, വെച്ചിട്ട് പോടി. ഇത് സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഒരു പെണ്ണാണെന്നറിയാം, ഷെഫീന എന്നാണ് പേരെന്നറിയാം, ആരോ ആകട്ടെ, അതാണോ സംസാരിക്കുക? ഇപ്പൊ ഇയാൾ എന്നെ ഒരു കാര്യം പറയാൻ വിളിച്ചാൽ എങ്ങനെയാ പെരുമാറുക? പിന്നെ നാട് നീളം നടന്നു തിന്നുന്നവളാണെന്ന്. ഞാൻ നടന്നു തിരുന്നെന്ന് ഇവനെങ്ങനെ അറിയാം? അതിന്റെ മീനിങ് എന്താണ്? അത് ഹസൻ കൃത്യമായി ചോദിക്കുന്നുണ്ട്. പക്ഷെ ഹസൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതൊന്നും ഇയാൾ പബ്ലിക്കിലിടില്ല. ഇയാളുടെ വക ഒരു വേർഷൻ മാത്രമാണ് കേൾപ്പിക്കുന്നത്. അപ്പുറത്ത് ഞാൻ നോക്കുമ്പോൾ ഹസന്റെ വേർഷൻ കേൾപ്പിക്കുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ക്ലാഷിൽ ഈ വിഷയം മാറ്റിക്കൊണ്ടു പോകാമെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. ക്രിമിനലായ നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യമുണ്ട്. അത് ഞങ്ങൾ കേസാക്കിയിട്ടുണ്ട്. ഞാൻ ആ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള എല്ലാ നടപടികളും ചെയ്തിട്ടുണ്ട്. ഇന്നാണ് പുള്ളി അതിന്റെ കേസ് കൊടുത്തത്. കാരണം ഇത്രയും ദിവസം ഞങ്ങൾ ക്ഷമിച്ചു, വെയിറ്റ് ചെയ്തു. 5 ലക്ഷം രൂപ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ DD എടുത്തു കൊടുത്തത് സെക്യൂരിറ്റിക്കാണ്. അത് ഒരു വിഷയത്തിനാണ്. ആ വിഷയത്തിൽ നിങ്ങൾ വന്നിട്ടില്ല, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. പകരം നിങ്ങൾ ആ പൈസ എടുത്ത് പുട്ടടിച്ചു. ആ പണം തിരിച്ചയാൾക്ക് കിട്ടേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് മര്യാദയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനകത്ത് നിങ്ങൾ മുർത്തതോ ഖുറാനോ വേറെ എന്തു വേണോ, വേറെ എന്ത് കുന്തം പറഞ്ഞാലും ഒന്നുമില്ല. പിന്നെ ഇസ്ലാം വിശ്വാസികളെല്ലാം, അല്ലെങ്കിൽ മെജോറിറ്റി അല്ലെങ്കിലും ഒരു ചില ആൾക്കാരൊക്കെ തീവ്രവാദികളാണ്, പ്രശ്നക്കാരാണ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് തീവ്രവാദികൾ ഉണ്ട് എന്ന് ഞാൻ പറയും. ആ തീവ്രവാദികളാണ് എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്ലാമിന്റെ മുഖം ചീത്തയാക്കാൻ വേണ്ടി ഇസ്ലാമിക രീതിയിൽ ജീവിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ നടത്തുന്ന ചില വൃത്തികേടുകൾ കയ്യിൽപ്പെട്ടു, ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ലിയാഖത്ത് അലിയുടെ കുടുംബക്കാരാണ് മുൻപന്തിയിലുള്ളത്. അവർ ഇസ്ലാം മതം വിട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഞാൻ എന്തായാലും അവരവരുടെ ജമാഅത്തിലേക്ക് വിശേഷം അറിയിക്കും. പോപ്പുലർ ഫ്രണ്ടുകാരാണെന്നോ വേറെ എന്തൊക്കെയോ കുറെ പേരുകൾ പറയുന്നുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും എക്സ്പ്ലനേഷൻ പറയാനും അറിയത്തില്ല, എനിക്ക് അറിയില്ല. ഞാൻ അതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇസ്ലാം മതത്തിന് വേണ്ടി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ മതബോധം വളർന്ന് അങ്ങനെ വന്നതോ അല്ല. ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ വീട്ടുകാരും എൻ്റെ മക്കളും ഒക്കെ മതവിശ്വാസികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവർ നടത്തുന്ന കുപ്രചരണം മൂലം ഉണ്ടാകുന്നുണ്ട്. അതിനെതിരെ ശക്തമായി നീങ്ങണം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മതം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ്.
പഠിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ഒരു തുള്ളിയോളം മാത്രമേ എനിക്ക് പഠിച്ചെത്താൻ പറ്റുള്ളൂ. കടലോളം പരന്നു കിടക്കുന്നതാണ് ഖുർആൻ. അതിനകത്ത് എത്രത്തോളം എനിക്ക് പഠിച്ചെത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാനത് പഠിക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. ഈ പഠിച്ചു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഇവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ പോയി എന്നാണ് അടുത്ത കുറ്റച്ചാട്ട്. അതായത് ലിയാഖത്ത് അലിയുടെ ഇന്നത്തെ വീഡിയോയിലാണ്, കൂടുതലൊന്നും കണ്ടില്ല, കുറച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എവിടെയായിട്ടാണ് വണ്ടി കൊണ്ടെത്തിക്കുന്നത്. ജിഹാദികളായിട്ടുള്ള കുറെ ഇസ്ലാമിയർ അവരുടെയൊക്കെ പേഴ്സണൽ ലൈഫിലേക്ക് പോകുന്നു, എന്നിട്ട് അവരുടെ കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയും. ഞാൻ കൊണ്ടുവന്ന് പബ്ലിക്കിൽ പ്ലേ ചെയ്തതിൽ എത്ര കുടുംബക്കാരെ കൊണ്ടുവന്നു? ഈ പറയുന്ന ലിയാഖത്ത് അലിയുടെ കുടുംബക്കാരെ എൻ്റെ ഒപ്പം വന്നോ? ആരിഫ് ഹുസൈൻ്റെ കുടുംബക്കാരെ ഞാൻ കൊണ്ടുവന്നോ? ഇതൊക്കെ പ്ലേ ചെയ്തത് ആരാണ്? ഹസനാണ്. ഞാൻ ചെയ്തിട്ടില്ല, താല്പര്യവുമില്ല. അവരുടെ ആരുടെയും കുടുംബത്തിനെ കൊണ്ടുവരാനോ ഒരാളുടെ പോലും ഫേസ് കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ട് അവഹേളിക്കാനോ ഞാൻ തയ്യാറായിട്ടില്ല, താല്പര്യമില്ല എന്നുള്ളതാണ്. ജാമിദയുടേതും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ എന്താണ് അവരുടെയൊക്കെ ലൈഫിൽ നടന്നതെന്ന് പബ്ലിക്കിൽ പറയും. അത് ഞാൻ മുൻപ് ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ആരുടെ വിഷയം എടുത്താലും എവിടെ ജനിച്ചു, ആരാണ് സ്വാര്യ, എന്താണ് എന്നുള്ള ഡീറ്റെയിലിംഗ് നമ്മൾ അവർക്ക് അവരുടെ ജീവിതത്തിനെ പറ്റിയുള്ള അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പബ്ലിഷ് ചെയ്യും. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് വൈകൃതം ഉണ്ടായി പോകുന്നത് സ്വാഭാവികമാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും ഇതുപോലെ മോശപ്പെട്ട ജീവിതം നയിക്കത്തില്ല. അവർക്ക് മോശപ്പെട്ട ജീവിതം നയിക്കേണ്ടി വരികയോ അവരുടെ ജീവിതത്തിൽ അത്ര മോശക്കേടുകൾ ഉണ്ടാവുകയോ ചെയ്യുന്നതിന്റെ കാരണം അവർ മതം വിട്ടു എന്നുള്ളതാണ്. മതബോധമുള്ള, മതവിശ്വാസം കൊണ്ട് നടക്കുന്ന, ദൈവത്തിന് ഭയമുള്ള ഒരാൾ തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങും, മാറി നിൽക്കും. ഒരിടത്തും ഒരു വിശ്വാസിയും തെറ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയെങ്കിലും അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ മറന്നു എന്നാണ് അർത്ഥം. അത്തരത്തിൽ ദൈവത്തിനെ മറന്ന് ചെയ്യുന്ന പ്രവർത്തികൾക്ക് നമ്മൾ വിശ്വാസികൾ ഒരു കാരണവശാലും കുറ്റവാരോപിതരായ അല്ലെങ്കിൽ കുറ്റം അയ്യോ ഞങ്ങൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. ഇനി മുതൽ ഏത് ക്രിമിനലിനെ പിടിച്ചാലും അവന്റെ ബാക്ക്ഗ്രൗണ്ട് തപ്പുക. അവൻ വിശ്വാസിയല്ല എങ്കിൽ നിഷ്കരുണം പുറത്താക്കിയേക്കാം. ഇതിനകത്ത് ഇതൊരു ക്രൈം ആണെന്ന് പറഞ്ഞാൽ, വിശ്വാസികൾ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ ഈ കുഴപ്പം ഞങ്ങൾക്കുണ്ട്. തന്തയില്ലാഴികയും ശോഭകേടും ഞങ്ങളുടെ കുടുംബത്ത് കാണിച്ചാൽ അവനെ പിടിച്ച് പുറത്താക്കാനും പോലീസിൽ ഏൽപ്പിക്കാനുമുള്ള അധികാരം നമുക്കുണ്ട്. അത് നമ്മൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കാം. ഇത് പറയുമ്പോൾ ഉടനെ നമ്മളെന്തോ ഭയങ്കര കുഴപ്പക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന സംഘികളോടും ക്രിസംഘികളോടുമാണ്. നിങ്ങളുടെ ചരിത്രം ഒട്ടും മോശമല്ല, അതെടുത്ത് വെച്ച് പറയും, തർക്കമേ വേണ്ട. കാരണം അവിടെ പോയി കൈയടിക്കുമ്പോൾ കയ്യടിയുടെ നീളം എത്ര കൗണ്ടെന്ന് കൂട്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ഇപ്പുറത്തുനിന്ന് പ്രതീക്ഷിച്ചോളൂ. അവിടെ കൈയടിക്കുമ്പോൾ ഇവിടെ കൈയടിപ്പിക്കാനും ആളുണ്ടാവും, കൈയടിക്കാനും ആളുണ്ടാവും എന്ന് വ്യക്തം. പണത്തിനല്ല, അതൊരു നീതിബോധം മാത്രമാണ്. 5 ലക്ഷം രൂപ ഞങ്ങളുടെ പണം, അതായത് ഇസ്ലാം മത വിശ്വാസികളുടെ പണമാണ് അവൻ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഞങ്ങൾ അവരാരുടെയും പൈസ അടിച്ചു മാറ്റിയിട്ടില്ല. എക്സ് മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് 5 രൂപ ഞങ്ങൾ വാങ്ങിയിട്ടില്ല, താല്പര്യവുമില്ല. ഞങ്ങൾ വാങ്ങാത്ത പണത്തിനും ഞങ്ങൾ ചെയ്യാത്ത ഇതിനും ഞങ്ങളെ അവഹേളിക്കുന്ന എന്തിനാണെന്നാണ് പൊതുസമൂഹത്തിനോട് എൻ്റെ ചോദ്യം. അതോടൊപ്പം യുക്തിവാദികളോടൊരു ചോദ്യം. നിങ്ങൾ നവോത്ഥാനം കൊണ്ടുവരാൻ വരുന്നവരാണ്. ഇവിടുത്തെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കുമെതിരെ അഹോരാത്രം പണിയെടുക്കുന്ന യുക്തിവാദികളായ നിങ്ങളോടൊരു ചോദ്യം. നിങ്ങൾക്കൊപ്പം ഇരുന്നു കൊണ്ട് വേദി പങ്കിടുന്ന ഒരു ക്രിമിനൽ ഈ രീതിയിൽ വീണ്ടും വീണ്ടും മതത്തിനെ അവഹേളിക്കുമ്പോൾ അവനെ വെച്ചുകൊണ്ട് നിങ്ങൾ ചടങ്ങ് നടത്തുകയാണെങ്കിൽ നാളിതുവരെ നിങ്ങൾ കാണാത്ത പ്രക്ഷോഭം ഞങ്ങളും ഉണ്ടാക്കും. അപ്പുറത്ത് നിൽക്കുന്ന തുച്ഛം, ഇപ്പുറത്ത് നിൽക്കുന്നത് ഭൂരിപക്ഷം എന്നും മറന്നു പോകണ്ട. വിശ്വാസ സമുദായത്തിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് യുക്തിവാദികളാണ്. നിങ്ങൾ പറയുന്നതിൽ യുക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി മൗനമായി ഇരിക്കുന്നു എന്നതിനപ്പുറം നിങ്ങൾ ശരിയാണ് എന്നതിന് അർത്ഥമില്ല. നിങ്ങളുടെ മനസ്സിലാക്കലുകൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കിയോ അത് നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇടുന്നു, അത്രയല്ലേ ഉള്ളൂ. ആ കാലഘട്ടത്തിലുള്ള ഒരു കാലാനുസൃതമായ മാറ്റങ്ങൾ ഒന്നിനും വരാതിരിക്കുന്നില്ല, വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ മാറ്റങ്ങൾ വരണം. ഇപ്പോൾ 90കളിൽ അല്ലെങ്കിൽ ഞാൻ ജനിച്ചത് 70കളിലാണ്. 70കളിൽ നടന്ന ഒരു സംഗതിയല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ജനിച്ച വീട്ടിലോ ഞാൻ ജനിച്ച സാഹചര്യത്തിലോ ഉള്ളത്. മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങൾ എല്ലാ ഇതിലും വരുന്നുണ്ട്, ഉണ്ടാവുക തന്നെ ചെയ്യും. അങ്ങനെ മാറാതെ നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രക്ഷോഭം നടത്തുകയും അത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക, അത് വക്രീകരിക്കാതെ കൃത്യമായി മനസ്സിലാക്കി അത് സ്റ്റോപ്പ് ചെയ്യുകയും വേണം. അതിനകത്ത് എനിക്കും മൗനാനുവാദമൊന്നുമല്ല, എനിക്ക് പൂർണ്ണ സമ്മതവുമാണ്. അതേസമയം ഇല്ലാത്തൊരു കാര്യം പറഞ്ഞ് ഒരു സമുദായത്തെ അവഹേളിക്കുന്നത് നിത്യേന നടക്കുമ്പോൾ അതിന് ചൂട്ടുകറ്റ പിടിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾ ഏറ്റവും നികൃഷ്ട ജന്മങ്ങളെന്ന് എനിക്ക് പറയേണ്ടി വരും. ലിയാഖത്ത് അലി ഇനി തലകുത്തി മറിഞ്ഞാലും ഈ 5 ലക്ഷം രൂപ കിട്ടുന്നിടം വരെ സമരമുറകളും സമരപരിപാടികളുമായി മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. നിന്റെ വിരട്ടലുകളോ ഭീഷണികളോ ഏൽക്കാനോ
അങ്ങനെ ഭയപ്പെട്ട് മാറുന്ന വ്യക്തിയല്ല ഇപ്പുറത്ത് നിൽക്കുന്നത്. നീ കക്കൂസ് ടാങ്കെന്നോ ഇനി വ്യഭിചാരിണി എന്നോ അല്ലെങ്കിൽ വേറെ എന്ത് വൃത്തികേട് വേണമെങ്കിലും വിളിച്ചോളൂ. ഞാൻ 2 മക്കളുടെ ഉമ്മയാണ്, എനിക്കതിനകത്ത് അഭിമാനമാണ്. നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന എൻ്റെ ഉമ്മയുടെ മകളാണ്. എന്നെ തെറി വിളിച്ചാൽ തിരിച്ച് തെറി വിളിക്കണമെന്ന് തന്നെയാണ് എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നെ തല്ലിയാൽ തിരിച്ച് തല്ലാൻ തന്നെയാണ് എന്നെയും പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നതാണ്. മറ്റൊരാളുടെ അമ്മയെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരാളെയോ വീട്ടിൽ കയറി തല്ലുകയോ മോശപ്പെടുത്തുകയോ അവരുടെ പണം അടിച്ചുകൊണ്ട് വരികയോ അങ്ങനെ യാതൊന്നും ഇതുവരെയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ഇത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ആ ചോദ്യം കൃത്യമായി ചോദിക്കുമ്പോൾ വെച്ചിട്ട് പോടി എന്നും നാട് നീളെ നടക്കുകയാണെന്നും മുൻപൊരിക്കൽ വിളിക്കുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ തെണ്ടി കൊടുക്കണമെന്ന് വരെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, അവൻ എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വഴി നീളെ നടക്കുന്ന ഒരു തെരുവ് പട്ടി നമ്മളെ കണ്ടാൽ കുരയ്ക്കുകയല്ലാതെ വേറെ എന്ത് പറയും? അതിൻ്റെ ഒന്നും വല്ല നല്ല കാര്യങ്ങൾ കേൾക്കും നമുക്ക് തോന്നുന്നുണ്ടോ? ഷെഫീന എന്ന പേര് മര്യാദയ്ക്ക് വിളിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് വിളിക്കില്ല? അവൻ അറിയാം. അവൻ മര്യാദയ്ക്ക് എൻ്റെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അവനെ നല്ലവനെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പറയും. അങ്ങനെ പറയാൻ പാടില്ല. ഞങ്ങൾ അവനെ നിരന്തരം ആക്രമിക്കണം. അപ്പോൾ ഞാൻ എന്നെ ആക്രമിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഡ്രാമയും കൊണ്ട് ഇറങ്ങണം. മൊത്തത്തിൽ ഡ്രാമാറ്റിക് ലൈഫിൽ ജീവിക്കുന്ന ഒരു ഡ്രാമ ബോയ് മാത്രമാണ് ഈ ലിയാഖത്ത് എന്ന് പറയുന്ന വ്യക്തി. നീ ഇനി ഇതിനകത്ത് വേറെ എന്ത് കുത്തിത്തെരിപ്പ് കൊണ്ടുവന്ന് കയറ്റിയാലും 5 ലക്ഷം രൂപ നീ കട്ട് തിന്നിട്ടുണ്ട്. അതിന് തെളിവാണ് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യൻ. കൃത്യമായി അദ്ദേഹം വന്ന് പറഞ്ഞിട്ടുണ്ട്. 4ഓളം ഇടങ്ങളിൽ ഇതേപോലെ ഡിബേറ്റ് ശരിയാക്കി വെച്ചിട്ട് നീ മാനിപ്പുലേറ്റ് ചെയ്ത് നീ 5 ലക്ഷം രൂപ പറ്റിച്ചിട്ടുണ്ട്. നീ 18-ാം തീയതി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിൽ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയും ഉണ്ട്. പുതിയങ്ങാടി പബ്ലിക്കിൽ പറഞ്ഞൊരു കാര്യമാണ്, ആ 5 ലക്ഷം രൂപ നീ തട്ടിച്ചെടുത്തത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന്. അതിനകത്ത് ഒരാൾക്ക് പോലും എതിരഭിപ്രായമുള്ള എടുത്ത് നീ എന്ത് ഞൊളപ്പാണ് ഞൊളയണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹസന്റെ കേസ്, ഹസൻ ആദ്യം നിന്നോട് സംസാരിക്കുമ്പോൾ ഹസൻ ഞങ്ങളുടെ സംഭാഷണം കേട്ടിട്ടില്ല. ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറുള്ള ലൈവാണ് എടുത്തത്. അതിൽ നിന്ന് എടുത്ത് കേൾക്കാനുള്ള ക്ഷമ അവനുണ്ടാവും. ഇനി ക്ഷമ ഉണ്ടാകത്തില്ല. അതുകൊണ്ടായിരിക്കും അയാൾ കേൾക്കാതിരുന്നത്. പൂർണ്ണമായിട്ടുള്ള ഓഡിയോ ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അയാൾ നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി സപ്പോർട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അയാളെ നീ റിവേഴ്സ് ഗിയറിൽ അടിച്ച് അയാളെ ബൂസ്റ്റപ്പ് ചെയ്ത് അയാളെ നിർത്തിക്കൊണ്ട് എന്നെ അങ്ങോട്ട് ഒതുക്കാമെന്നാണ് നിന്റെ വിചാരമെങ്കിൽ നടന്നത് തന്നെ എന്ന് മാത്രം. പിന്നെ നീ പറയുന്ന ഒരു കാര്യത്തിന് എനിക്ക് മറുപടിയുണ്ട്. കുറെ നാളായി നീ പറയണം നിന്നെ വെച്ച് ഞാൻ റീച്ച് ഉണ്ടാക്കുന്നെന്ന്. നിനക്ക് 20K സബ്ബുള്ളപ്പം 100 അടിച്ചവളാണ് ഞാൻ. 100K സബ്ബുള്ള ചാനൽ പോയ ശേഷം രണ്ടാമത് 195Kയിൽ ഞാൻ എത്തുമ്പോഴും നീ അവിടെ നിൽക്കുന്നുള്ളൂ. നീ ഒരു കടുകട അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല, നീ അവിടെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള നിന്നെ വെച്ച് എനിക്ക് റീച്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷെ നീ ഒരു മാരക ക്യാൻസറാണ്, സമൂഹത്തിനെ ബാധിക്കുന്ന വലിയൊരു ക്യാൻസറാണ്. അത് തെളിവുൾപ്പെടെ ഹസൻ പറഞ്ഞാലും സമ്മതിക്കാതെ ആർട്ടിക്കുലേറ്റ് ചെയ്യണം. നിന്റെ തന്നെ വോയിസ് ഒരു 100 ഞാൻ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്തില്ലേ? നീ പിന്നെ അത് സമ്മതിക്കാത്ത എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവൻ തന്നെ സമ്മതിക്കുന്ന കാര്യമുണ്ട്. ആരിഫ് ഹുസൈനും അഷ്കർ അലിയും ഒക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആൾക്കാരാണ് എന്നുള്ളത് കൃത്യ തെളിവ് വെച്ചാൽ ഞാൻ പറഞ്ഞത്. ആരിഫ് ഹുസൈൻ അവിടെ കൊണ്ടുവന്ന് ക്ലബ് ഹൗസിൽ കൊണ്ടുവന്ന് കാണിച്ച സർവത്ര മനുഷ്യരും കള്ളന്മാരായിരുന്നു, അവരെ കൂടെ ഉള്ളവരായിരുന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന വോയിസ് പ്ലേ ചെയ്തവളാണ് ഞാൻ. നിങ്ങൾക്ക് എന്നെ എളുപ്പത്തിൽ തെറിവിളിക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ഒതുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരിക്കാം. ഞാനൊരു തെറിവിളിക്കാരിയാണെന്നോ ഇനി ഞാൻ അഭിസാരികയാണെന്നോ അല്ലെങ്കിൽ ഞാൻ പുഴുത്തവളാണെന്നോ അല്ലെങ്കിൽ വേറെ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാലും എൻ്റെ ചോദ്യം ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിനക്ക് എത്ര തന്ത? നീ എത്ര തന്തയ്ക്ക് ജനിച്ചു? നിനക്കൊരല്പം മര്യാദയുണ്ടെങ്കിൽ നാട്ടുകാരുടെ പണം കൊണ്ട് നിന്റെ മക്കൾക്ക് ചാപ്പാട് കൊടുക്കാതിരിക്കുക. ഇത് കാലം കാത്തുവെച്ചൊരു നീതിയാണ്. കാര്യം, ഒരു പ്രാവശ്യം അബ്ദുൽ ഖാദർ പുതിയങ്ങാടി വിഷയത്തിൽ പണപ്പിരിവ് നടത്തി എന്ന് ഞാൻ മനസ്സിലാക്കി പറയുമ്പോൾ എന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കളയാൻ ഫോണ് വിളിച്ച് തെറി വിളിച്ചവനാണ് നീ. ഇല്ല എന്ന് നീ പറയരുത്, എൻ്റെ ആ റെക്കോർഡിംഗ് ഉണ്ട്. ആ പറഞ്ഞ തെറിക്ക് ഞാൻ മറുപടി തന്നപ്പോൾ നീ ഉടനെ പോയി വീഡിയോ ഇട്ടു. ഞാൻ അങ്ങനെയല്ല, ഞാൻ ഭയങ്കര സംഭവമാണ്, അവരാണ് എന്നെ തെറി വിളിച്ചത്, ഞാൻ കേസ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നീ വലിയ ഡ്രാമ കാണിച്ചു. അന്ന് ആ ഡ്രാമ ഞാൻ പൊട്ടിച്ചു. എങ്ങനെ പൊട്ടിച്ചു? ഇവൻ പറഞ്ഞത് തെറി അവനല്ല ഞാനാണ് വിളിച്ചത്. ഒരു കാര്യവുമില്ല അവനെ തെറി വിളിച്ചു. എന്നെ ഫോണ് വിളിച്ചിട്ട് ഞാൻ പൈസ വാങ്ങിയതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചു. നീ പൈസ വാങ്ങിയതിനുള്ള തെളിവാണ് ഞാൻ പറയുന്നത്. അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ വീട്ടിൽ നീ പോയിരുന്നു. ഇവനും ആരിഫും പോയിരുന്നു. എന്തിനു പോയി? പൈസ കൊടുക്കാൻ പോയി. എന്തിന് പൈസ? അത് കുറച്ച് പൈസ പിരിച്ച് കൊടുക്കാൻ പോയി. എന്നിട്ട് അവർ വാങ്ങിയോ? ഇല്ല. ആ പൈസ എവിടെ? ലാ ഇത്രയേ ഉള്ളൂ. നീ നിന്റെ മക്കൾക്ക് തെണ്ടി എലടി തിന്നാൻ കൊടുക്കണേന്ന് അടുത്ത ചോദ്യം. എൻ്റെ കുഞ്ഞുങ്ങളെ
ആരുമില്ലാതെ, ഒരാളുടെ സഹായവുമില്ലാതെ ഭർത്താവ് മരണപ്പെട്ട കാലം തൊട്ട് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തുന്ന എൻ്റെ മക്കളെ, എൻ്റെ ചോര നീരാക്കി വളർത്തുന്ന എൻ്റെ മക്കളെ ഞാൻ തെണ്ടിയാണ് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഏത് ലെവണ്ടി മോനായാലും അവനെ ഞാൻ പച്ചത്തെറിയെ വിളിക്കുള്ളൂ. ആ കൃത്യമായ രേഖ ഉൾപ്പെടെ പുറത്തിട്ടപ്പം പൊതുസമൂഹം തിരിച്ചടിച്ചു. ഉടനെ അത് പൊത്തി വെച്ചിട്ട് അടുത്തതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 24 മണിക്കൂറും ഒരു സ്ത്രീയെ കക്കൂസുകുഴി 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 എന്നാ പറയുന്നത്. 24 മണിക്കൂർ. ഷെഫീന എന്ന പേര് അവൻ ഉച്ചരിക്കാറില്ല, പകരം കക്കൂസുകുഴി എന്നാ പറയുന്നത്. ചിലപ്പോൾ അവന്റെ ഉമ്മായവ അങ്ങനെ ആയിരിക്കും വിളിക്കുക. പെറ്റ തള്ളയെ കക്കൂസുകുഴി കക്കൂസുരി എന്ന് വിളിക്കുന്നത് കൊണ്ട് തന്നെ അവന് മറ്റു പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതാണ്. നല്ല ഫസ്റ്റ് ക്ലാസ് അസൂയാണ് അവനിക്ക്. ഒരാളും തന്നെക്കാൾ മേലിലോട്ട് പോകുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ്റെ കൂടെ കിടന്ന് കോട്ടി പിടിക്കുന്നത്. പെണ്ണായ എന്നെ പിന്നെ വെറുതെ വിടുമോ? അവന്റെ ഉള്ളിലുള്ള ആ വൃത്തികെട്ട മെയിൽ ഷോവോനിസം അത് ശരിക്കും അങ്ങോട്ട് കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നീ എന്ത് കുത്തിക്കഴപ്പ് ഡ്രാമ കൊണ്ടുവന്നാലും 5 ലക്ഷം രൂപയ്ക്ക് നീ സമാധാനം പറഞ്ഞേ മതിയാവുള്ളൂ. നീ എന്ത് ഡ്രാമ കാണിച്ചാലും എന്താണ് ഞാൻ ചെയ്യാൻ പോണം നീ ഇമാജിൻ പോലും ചെയ്യത്തില്ല. കാരണം നാളിതുവരെ പറഞ്ഞതേ ഞാൻ ചെയ്തിട്ടുള്ളൂ, പറഞ്ഞതേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് ഞാൻ പ്രവർത്തിക്കാതെ മാറുകയും ഇല്ല എന്നുള്ളത് ഉറച്ച കാര്യമാണ്. രണ്ടാമത്, നിന്നെ പോലെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ജയിലിൽ കിടന്നപ്പോൾ അവനെ അവിടെ അടിച്ചു കൊന്നു പിച്ചി മാന്തി എന്നുള്ള കള്ളം പറഞ്ഞും മോങ്ങിയും അവന്റെ ലെറ്റർ കൊണ്ടുവന്ന് ഉണ്ടാക്കിയും ഇല്ലാത്ത കളവുകൾ പ്രചരിപ്പിച്ച ആളുകളെ കൂട്ടാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ചു വന്നപ്പോൾ നിന്റെ അണ്ണാക്കിൽ പിരിവെട്ടിയോ? ദുബായിക്കാർ അവൻ എപ്പോൾ കഴുത്ത് വെട്ടിക്കളയും, ജിഹാദികൾ ആ പ്രശ്നമാണെന്ന് വന്നപ്പോൾ അവൻ ജീവനോടെ ദുബായിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ നിന്റെ അണ്ണാക്കി പിരിവെട്ടിയോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് A to Z ഉച്ചി മുതൽ നഖം വരെ നീ നുണയനെന്ന് പറഞ്ഞാൽ പക്ക നുണയനാണ്, ക്രിമിനലായ ഒരു നുണയനാണ്. ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് മൊത്തം ആൾക്കാരെടുത്തിരുന്നുണ്ട് ഞാൻ മുസ്ലിമാണ്, ഭയങ്കര ഡീസൻ്റ് ആണ്, എന്നെപ്പോലെ മഹാൻ വേറെ ഇല്ല എന്ന് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ നിന്റെ ലൈഫ് ഹിസ്റ്ററി എടുത്താൽ മാത്രം മനസ്സിലാകും നീ എന്താണ്. ഞാൻ അതിനകത്തൊക്കെ ഒന്നും പോകുന്നില്ല, നിന്റെ പടുപൊട്ട വീട്ടുകാരെടുത്ത് നമ്മൾ പോകുന്നില്ല, താല്പര്യമില്ല. പക്ഷെ ജമാഅത്ത് വഴി നിങ്ങൾക്കുള്ള ഇൻഡാസ് ഞാൻ തരും, എനിക്കത് അറിയണം. ഈ അങ്ങോളം ഇങ്ങോളമുള്ള കേരളക്കരയിലുള്ള ഓരോ ജമാഅത്തുകാരെയും എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ജമാഅത്തിന്റെ നടയിലേക്ക് ഞാൻ കൊണ്ടുവന്ന് നിർത്തും. കാരണം എനിക്കതിന് മറുപടി കിട്ടണം. നിന്റെ കുടുംബക്കാര് അംഗത്വമുള്ള ജമാഅത്തുകാര് മറുപടി പറയണം. കാര്യം കൂടെ പറഞ്ഞുതരാം. അതിന്റെ കാര്യം നീ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ രാസലീല കേളികളുമായി നീ 10 ദിവസത്തെ സാധനം പറയുന്നു. ഇത്രയധികം അവഹേളിക്കപ്പെടാൻ മാത്രം തെറ്റ് മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ജമാഅത്തുകാർ പറയണം. അങ്ങനെയാണെങ്കിൽ മൊത്ത ജമാഅത്ത് ചേർന്നുകൊണ്ടൊരു തീരുമാനമെടുക്കണം. ലിയാഖത്ത് അലിയുടെ ജമാഅത്തിനെ അങ്ങ് മാറ്റി നിർത്തുക. അവർ മറ്റൊരു വിഭാഗമായിട്ട് പറയാം. നമുക്ക് കാദിയാനിക്ക് മറ്റൊരു വിഭാഗമില്ലേ, അതുപോലെ അവരെ അങ്ങ് മാറ്റി നിർത്തിയേക്കുക. അത് പബ്ലിക്കിൽ ഡിക്ലെയർ ചെയ്തൊരു വാർത്താ സമ്മേളനം വെച്ച് നിങ്ങളത് പറയുക. അതിലൊരു തെറ്റുമില്ല, തർക്കവുമില്ല. കാരണം മറ്റൊന്നല്ല, നമ്മളെ ഉപദ്രവിപ്പ് എൻ്റെ ഉമ്മ കൊള്ളത്തില്ല, എൻ്റെ കുടുംബക്കാർ കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു പെണ്ണിനെ എൻ്റെ സഹോദരൻ കെട്ടിക്കൊണ്ട് വരുമോ? ഇല്ല. ആ പെണ്ണിനെ നമ്മളെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുപോലൊരു ടേമാണ് ഇത്. ഉദാഹരണത്തിന് പറഞ്ഞാണ്, ഇനി അതും വെച്ച് വേറൊരു ടേമും പറഞ്ഞുകൊണ്ട് വരണ്ട. ഈ പറഞ്ഞ ആളിൻ്റെ കൂടെ താമസിക്കുന്ന കൊത്തലച്ചി കൊണ്ടുപോയി കാണിച്ച അവളുടെ കുടുംബം, അവരും ഈ പൊതുസമൂഹത്തിൽ പറയുന്നത് എന്താണ്? അവർ ഭയങ്കര വിശ്വാസികളാണെന്നാണ്. എന്ത് വിശ്വാസമാണ്? ഒരു വിശ്വാസി സമുദായത്തിന് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണോ മുഹമ്മദ് നബിയുടെ കാമകേളി ലീലാവിലാസങ്ങൾ പറയുക? ഇവൻ അനുബന്ധമായിട്ട് പറയുന്ന കാര്യം ഇനി അടുത്ത ദിവസങ്ങളിൽ ഈ വിവാദമാണ് അവൻ പറയാൻ പോണം. 10ഓളം എപ്പിസോഡ് അവൻ ചെയ്യും. ഇതിൽ മുഴുക്കെ മുഹമ്മദ് നബിയാണ് അവൻ അവഹേളിക്കാൻ പോണെന്നാ പറയുന്നത്. ഇനി ഒരു കാര്യം, ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു തെറ്റാണെന്ന് ക്ഷമ പറഞ്ഞ കാര്യം പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഞാൻ മുഹമ്മദ് നബിയെ പറഞ്ഞ കാര്യം പറയുമ്പോൾ തന്നെ അത് ഞാൻ ക്ഷമ പറഞ്ഞ കാര്യം ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മറയ്ക്കാനോ ഒന്നുമല്ല. അവന് വീണ്ടും വീണ്ടും മുഹമ്മദ് നബിയെ അവഹേളിക്കുക, അപരാധിക്കുകയും വേണം. അത്രേ ഉള്ളൂ. ഇപ്പം വിഷയം മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വിഷയം ഞാൻ കണ്ടതുകൊണ്ടാണ്. നാളെ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഞാൻ ചെയ്യും. ഞങ്ങളുടെ കയ്യിലുള്ള തെളിവുകൾ കൃത്യമായി കാര്യങ്ങൾ പറയുമ്പോൾ ഇതല്ല സത്യം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കളവ് പറയണു, ഞാൻ മാത്രം ഒരു സത്യവാനെന്ന് പറഞ്ഞാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ കേസ്, എടോ ഇങ്ങോട്ട് നീ എന്തു പറഞ്ഞു അതിനുള്ള മറുപടിയാണ് അങ്ങോട്ട് തന്നിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊരു ഇൻഡാസ് വന്നാൽ അത് ഫേസ് ചെയ്യാനുള്ള തൻ്റെ ഇടം ഞങ്ങൾക്കുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നത് ഒരു ക്രിമിനലും ഇപ്പുറത്ത് നിൽക്കുന്നത് ഒന്നിലും പെടാത്ത ഒരു മനുഷ്യരുമാണ്. ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മാനം മര്യാദയ്ക്കാണ് നിന്നോട് ഫോണിൽ സംസാരിച്ചത്. നിനക്കാണ് ആ മര്യാദ ഇല്ലാതെ പോയത്. വെച്ചിട്ട് പോടി എന്ന് നിന്റെ ഉമ്മാരെടുത്ത് പറയൂ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല.
എന്നെ പോടി എടി എന്ന് വിളിക്കാൻ എൻ്റെ മകൻ നിനക്ക് പെർമിഷൻ തന്നിട്ടില്ലല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ മകൻ വന്ന് നിന്റെ സാമാനത്തെ അടിച്ച് പൊട്ടിച്ച് തന്നെ ചെവിക്കൽ വിളക്ക് ഒരെണ്ണം തരികയാണ് എൻ്റെ കുട്ടി ചെയ്യേണ്ടത്. ഞാൻ പ്രസവിച്ചത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ എൻ്റെ മോന് ബോധ്യം ഉണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് അതാണ്. പക്ഷെ എൻ്റെ മകനെ ഞാൻ ഗുണ്ടയായിട്ട് വളർത്തുന്നില്ല, നാട്ടുകാരെ അപരാധിക്കാനുമല്ല ഞാൻ കുട്ടികളെ വളർത്തുന്നത്. ഇതുപോലെ ഇരുന്നു കൊണ്ട് പെറ്റതള്ളയ്ക്ക് തെറി വാങ്ങിച്ചു കൊടുക്കാൻ എൻ്റെ 2 മക്കളും തയ്യാറാവുകയില്ല എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇനി നിന്റെ സഹോദരന്മാരെയോ നിന്റെ കുടുംബക്കാരെയോ വിളിച്ചു സദക്കത്തുള്ള എന്ന് പറയുന്ന നിന്റെ സഹോദരന്റെ വീട്ടിലേക്കോ ഫോണിലേക്കോ ഷെഫീന ഒരു കോള് ചെയ്തത് കാണിക്കുക. ഇങ്ങോട്ട് വന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ കുത്തിക്കേറി അവിടെ വന്ന് അവിടെയുള്ള മനുഷ്യരോട് ഓരോരുത്തരുടെയും പ്രൈവറ്റിൽ പോയി ഷെഫീന കള്ളിയാണ് എന്ന് പറഞ്ഞത് 800 പേരടങ്ങുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്കാണ്. ഷെഫീന അങ്ങോട്ട് ആരെയും വീട്ടിൽ വന്നതായിട്ട് ഒരു സിംഗിൾ തെളിവ് നിനക്ക് കൊണ്ടുവയ്ക്കാനൊക്കത്തില്ല. ഇപ്പൊ കോഴിക്കോട് പോകാൻ പാടില്ല എന്ന് പറയുന്നതാണെങ്കിൽ ഇനി പാലക്കാട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനാകത്തില്ല. ഈ പറയുന്ന ഓരോ നാടുകളിൽ നീയൊക്കെ ഉള്ളത് കൊണ്ട് ആ നാടുകൾ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് കഷ്ടപ്പാടാണ്. അതിനകത്തൊന്നും പറയാനില്ല. അപ്പൊ ഈ വിഷയത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ കാണാം. ഈ വിഷയത്തിൽ ഹസനെ കൊണ്ടുവന്ന് നിർത്തി ഹസനിൽ ത്രൂ ഈ വിഷയം എടുത്തു മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ 1 അല്ല 2 അല്ല 5 ലക്ഷം രൂപയുടെ കള്ളത്തരം ചായച്ച നിന്നെ ക്രിമിനൽ ആണ് എന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട. ആ മനുഷ്യർക്ക് പച്ചയ്ക്ക് വന്ന് പറഞ്ഞാൽ മതി, അയാളെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിലുണ്ട് നീ വാങ്ങിച്ച പണം. നീ അയാളെ എന്ത് മാനിപ്പുലേറ്റ് ചെയ്ത് വാങ്ങിയെടുത്താലും നീ ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വൃത്തികെട്ടവനായതുകൊണ്ട് അത്തരം ഹറാമികൾക്ക് ഞങ്ങളുടെ പണം തരാൻ സൗകര്യമില്ല എന്നാ പറഞ്ഞ. അത് നീ വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നു നോക്കിയാൽ നിന്റെ വാപ്പ സമ്പാദിച്ചതല്ല, അത് നിന്റെ വാപ്പാമാരുണ്ടാക്കിയ പണമല്ല, അത് ആ മനുഷ്യന്റെ ചോരയും നീരുമാണ് ആ പണത്തിനകത്തുള്ളത്. അത് നീ കൊണ്ടുപോയി തിന്നാൻ അനുവദിക്കത്തില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി അതിന്റെ മേളിൽ നീ മുഹമ്മദ് നബിയോ ഷെഫീനായുടെയോ ഒക്കെ വ്യക്തിഹത്യ ചെയ്ത ഒരു മലരുമില്ല. താഴത്തെ പൂട, നിനക്ക് കയ്യിലെ പൂടയാണെങ്കിൽ എനിക്കത് താഴത്തെ പൂട, അത്രേ ഉള്ളൂ. മനസ്സിലായില്ല? കൂടുതൽ വർത്തമാനം എന്നെ കൊണ്ട് പറയരുത്. നിന്റെ ഡീസൻസി എന്താണെന്നും നിന്റെ ഡീസൻസിയുടെ ലെവൽ എന്താണെന്നും ഞങ്ങൾ കാണുന്നതാണ്. വളരെ മനോഹരമായി ശുനകപുത്രനിക്ക് വലിയ വർത്തമാനമൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. നീ ശുനകന് ജനിച്ചതാണെന്നുള്ളതിന് കൃത്യമായ എവിഡൻസിന്റെ തള്ള തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിഷയങ്ങൾ പറയാം. ഈ വിഷയം കണ്ടിട്ട് ഞാനൊന്നും പറയാതിരിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇത്ര ഒരു വീഡിയോ ചെയ്തെന്നുള്ളൂ. വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും.